അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തേനെടുക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പറമ്പിലായിട്ട് കണ്ട തേനീച്ച കൂടാണത്. അപ്പോൾ ഇതിനെ നമ്മൾ പിടിക്കാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ച് ചകിരി എടുത്തിട്ട് കത്തിച്ചിട്ട് നമ്മൾ പുകച്ചിട്ടാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഇത്ര ചകിരി മതി. അപ്പോൾ ഇത്ര ചകിരി നമ്മൾ ഇട്ട് പുകച്ചിട്ട് നമ്മളതിൻ്റെ മണ്ടയ്ക്ക് കയറി എടുക്കും. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ പുകച്ചിൻ്റെ അടുത്തിൽ നമ്മളിപ്പോൾ അനക്കി കഴിഞ്ഞാൽ കുത്തൊക്കെ കിട്ടും. അപ്പോൾ 5-6 കുത്തൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യാൻ. അപ്പം നമ്മളിത് പുകച്ച് എടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം പുക കറക്റ്റ് ആക്കുക. നല്ല രീതിയിൽ പുകയാക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് കൊടുക്കാൻ, പുക അടിച്ചാൽ മാത്രമേ പോവുള്ളൂ. ഇത് പുക അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതെന്ത് സംഭവിക്കും, ഇത് പതുക്കെയായിട്ട് മയങ്ങും. ഇപ്പം ഞാൻ കാണിച്ചില്ല കേട്ടോ, ചെറിയ മയങ്ങി കണ്ടോ, നല്ല മയങ്ങും കണ്ടോ. ഇതിങ്ങനെ അടുപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ പുക ഇങ്ങനെ അടുപ്പിക്കുകയാണെങ്കിൽ ഇത്രയും നമ്മൾ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞ് നമ്മൾ പുക അടുപ്പിക്കും കേട്ടോ. എൻ്റെ തല നിറച്ചിച്ചുണ്ടോ ഫുള്ള് ഈച്ച. അപ്പം അത്ര ക്വാളിറ്റിന് കുറച്ച് ഭാഗം മാത്രമാണ് തേനുണ്ടാവുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം അതിൻ്റെ പ്യൂമയും മുട്ടയും ഒക്കെയാണ്. അപ്പം നമ്മളത് കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇതൊക്കെ കഴിക്കുന്ന സൂപ്പർ സാധനമുണ്ട്. തേനേക്കാൾ നല്ലതാണ് അതിൻ്റെ മുട്ടയും ഇതൊക്കെ പ്യൂമൊക്കെ. നമുക്കത് നോക്കാം, എങ്ങനെ സംഭവം നോക്കാം കേട്ടോ. അതുകൊണ്ട് ഇത്രയും ഉണ്ട്. എന്തൊരു തേനീച്ചാണോ, അനങ്ങിയിട്ടില്ല ഒരു ഭാഗം ഉണ്ട്. അപ്പം പുകച്ചു തുടങ്ങി, താഴെ നിന്ന് പുകച്ച് തുടങ്ങി. അപ്പോൾ പുകച്ച് കിട്ടുന്നില്ല, കുറച്ച് മേടിയാണ്. ഇപ്പോൾ പുകഞ്ഞു തുടങ്ങിയണ്ട, പതുക്കെ പുകച്ചു തുടങ്ങിയ എല്ലാം പതുക്കെ മയങ്ങും. പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അറ്റക്കാൻ ചാൻസ് കൂടുതൽ. പതുക്കെ പുകച്ചു തുടങ്ങിയാലും ആണ് ശരിക്കും പുക അടിച്ച് കാറ്റടിക്കും. ഞാൻ പിടിക്കണം അവനം അടിച്ചാൽ മതി. ഞാൻ ഇളക്കി അറിയണ്ട പക്ഷേ അറിയണ്ട അത്യാവശ്യം അടയിന് മറ്റേ പുഴുപ്പുണ്ടാവില്ലേ, തിന്ന സാധനം ഉണ്ടാവില്ലേ, തനിക്കാണോ? അത് ഭയങ്കര സാധനം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആ മുട്ടയും സാധനം ആ തേര് പതുക്കെ മുക്കുക, തിന്നുക. സെറ്റപ്പ് സാധനമാണ്. കണ്ട കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കോൾ തേനീച്ച. ഉണ്ടോ, ഇപ്പം ഇത്രയും ഉണ്ടാടാ. വളരെ കുറച്ചായി തേനുണ്ടാവുള്ളൂ, പക്ഷേ സൂപ്പർ തേനായിരിക്കും. അപ്പം നമ്മളിത് പുകച്ചെങ്ങനെ ഓടിച്ചിട്ട് കണ്ടോ, അതിനെ പുകയ്ക്കാണ്ട് കണ്ടോ, അതിനെ പുകച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. തന്ന വീട്ടെ ഇതാ. അപ്പം നമ്മൾ പുകയ്ക്കാണ്. അത് പോയോ പുകയുണ്ട്, തേണ്ട പക്ഷേ അല്ലേ നോക്കി. പുകച്ചിട്ട് മുകളിലോടത്, പുകച്ചിട്ട് മുകളിലല്ലോ, സ്റ്റോങ് നിൽക്കണോണ്ടാ. കുറച്ച് രണ്ട് ചാപ്പ അപ്പുറത്ത് ഇട്ട് നോക്കി. അവസാനം കേസാവും, യൂട്യൂബേഴ്സ് വന്നിട്ട് തീട്ട് വന്നിട്ട് സെറ്റപ്പാട്ടാണ് ചോദിച്ചേ. തേൻ മണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. തേണ്ട് ഉണ്ടോ, തേണ്ട ആ കോലൊരു ഭാഗത്തൊക്കെ നല്ല ഇറുപ്പ് കണ്ടോ, നല്ല ഇറുപ്പുണ്ടോ കണ്ടോ. പൊടി അവസാനം ശരിയല്ലേ. ഇഷ്ടപ്പെട്ടില്ല മുകളിൽ കത്തിരിക്കണ്ട വെറുതെ എടുക്കണേ. ഇപ്പോൾ മണ്ടയ്ക്ക് ഇറങ്ങതല്ലേ പിടിക്കും. ഞാൻ അവിടെ കയറിട്ട് പോകാം. ഓടിയ സാധനം കണ്ണുടിയില്ല. പട്ടിയിൽ പാമ്പിനെ കണ്ടോ, പട്ടിയിൽ പാമ്പിനെ കണ്ടോ. എടുത്തു നോക്കി. ഓടിയടാ, ഓടാ പോണ്ടെന്നിട്ട്
പോകാൻ കൊണ്ട് സാധനം പോകും. കാറ്റിലല്ലാണ്ട് പൂണ്ടത് പൂണ്ടടാ. തേനുണ്ട് താനം, അതാണ് പോത്തെ. തേനേ ഉണ്ട്. എനിക്ക് ഇതിന് വേണ്ടി ചത്തണ്ടല്ലോ. ഉണ്ടാ എത്ര ഈച്ച ചത്തേ? മുട്ടയുണ്ടല്ലേ? മുട്ടയുണ്ടല്ലേ? മുട്ടയൊക്കെ എന്തായാലും ഉണ്ടാവും തേനീച്ച കൂട്ടിൽ. സംഭവം സൂപ്പറായിട്ട് കിട്ടും. അതൊക്കെ ഊതിടും. ചാവലല്ലോ. ചാവില്ല, മയങ്ങി. അടുത്തടുത്ത് വെച്ചോ, ഒന്നും ഉണ്ടാവില്ല. ഞാൻ പ്രവചിച്ചിട്ടാണ് തേടെടുത്തിട്ടില്ല, കണ്ടിട്ടുള്ളൂ. കമ്പ് പൊടിച്ച് നമുക്ക് കുടഞ്ഞോക്കി വശന്ന് കുടഞ്ഞോക്കി. ഇത് കുടഞ്ഞോക്കിന്ന് വല്ല മൈനിക്കാവും. ഒന്ന് കുടഞ്ഞോക്കി. കമ്പ് കുടഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു അങ്ങനെയാ, ഞാനങ്ങനെ ചെയ്യാറ്. കമ്പോട് കുടയും, വല്ല പറന്നു പോവും. ഇനി കുത്തില്ല, ഇനി കുത്തില്ല, ഉറപ്പ് കുത്തില്ല. ഈ പോക്കിനോട് തന്നെ ഒന്ന് ഇളക്ക്. അതല്ല കമ്പിളക്ക്, കമ്പ് മാത്രം ഇളക്ക്. എന്നിട്ട് എന്ത് പോക്കി എന്നെ എന്നാലും പൂളല്ലേ പറ്റിയിരിക്കും. മതി മതി, ആ മതി, കുറച്ച് മതി. ഇപ്പോൾ വലിയ എല്ലാം ഭയങ്കര നല്ല ഭയങ്കര ഒന്ന് ഇളക്കി നോക്കി. വേണ്ടി വരില്ല. പിന്നെ ഇളക്കാൻ ഞാൻ കയറി ഇളക്കാം. തേയിലടാ സെൻട്രലാ വീർത്തിക്കല്ലേ? അവിടെ മൊത്തം കിട്ടണം. ഓടിച്ചെടുത്തും എടുത്തു വശമുണ്ട്. ഓടിച്ചെടുത്ത് കുടഞ്ഞിട്ട് ഒടിച്ചു നോക്കി. നീ കൈണ്ട് ഒടിച്ചു നോക്കി, ഒന്നാവില്ല. നീ ഇളകില്ലത്. അതാണ് മയങ്ങിയെല്ലാം. അതന്നെ ഉണ്ടോ? അതാണ് അത് പോരില്ലേ? അത് താഴേക്ക് ഒടിച്ചു നോക്കി. നീ അതല്ല അതല്ല അതിനെ ഒടിച്ചു നോക്കി. മുട്ടയുണ്ട്, ഇഷ്ടം മുട്ടയുണ്ട്. അമ്മ വെയിറ്റ് ഇട്ട
സൂപ്പറാണ്, സൂപ്പർ. അടിപൊളി തേനീച്ച. അടിപൊളി. വണ്ടർഫുൾ. എന്താ ടേസ്റ്റ്? ഇതുണ്ടാ, ഇത് പൊടി ഉണ്ടാ, എൻ്റെ മുട്ട കണ്ട, ഈ മുട്ട കണ്ടാ, ഈ മുട്ട നമ്മൾ കഴിക്കണം, നല്ല ടേസ്റ്റ് സാധനമാണ്. ഉണ്ടാ കിടു സാധനമാണ്. പിന്നെ ഇതിൻ്റെ മുട്ട മിക്ക ആൾക്കും അറിയില്ല, ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. സാധനം കണ്ട, ഇത് ശരിക്കും നമുക്ക് കാശ് തൊട്ടുള്ള സാധനം മുട്ട. എല്ലാം തേന കഴിക്കില്ല, പക്ഷെ മുട്ട കഴിക്കില്ല. ഈ മുട്ടയിൽ കുറേ വിറ്റാമിൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുന്നത് പറഞ്ഞ കേട്ടോ. അപ്പം ഈ മുട്ടയിൽ എന്താണെന്ന് ഉള്ളത്, ഇത് പുഴുണ്ടാവും, ഇതിൻ്റെ കുഞ്ഞ് പുഴുണ്ടാവും. പുഴു കഴിഞ്ഞാൽ ഈ ഈച്ചയുടെ കുഞ്ഞിനാണ് സംഭവം. അപ്പോൾ ഈ സാധനത്തിലാണ് റോയൽ ജെല്ലി സാധനമുണ്ട്, റോയൽ ജെല്ലി. അത് കുറച്ച് എക്സ്പെൻസീവ് സാധനം, അത് നമുക്ക് വാങ്ങാനൊന്നും എളുപ്പമല്ല, നല്ല പൈസയാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ റോയൽ ജെല്ലി ഗുണങ്ങൾ എന്താ നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കി കിട്ടും. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ സാധനം മിക്സ് ചെയ്ത് തേൻ മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത്, ഈ മുട്ട കഴിക്കാം. അപ്പോൾ മുട്ട കഴിച്ചാൽ കാണിച്ചാൽ കേട്ടോ, മുട്ട വെക്കുക. ഇല്ല കണ്ട, ഇപ്പോൾ ഈ തന്നെ പുഴു കണ്ട, ഈ പുഴുക്കളുണ്ടോ, ഈ പുഴുക്കൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. കണ്ടോ, സൂപ്പറാണ്. കണ്ടോ, ഇതാ അടിപൊളി. കണ്ടോ, പിന്നെ ഉള്ളൊക്കെ ഉണ്ട്. കണ്ടോ, മുട്ട കണ്ടോ, നിറച്ചുണ്ടോ, ഇതൊക്കെ മുട്ട കണ്ടോ. ഇത് കണ്ട കുഞ്ഞു പുഴു കണ്ടോ, എന്താ നോക്കാം. കണ്ടോ, കണ്ടോ, കാരണം പുഴു കണ്ടോ, നമ്മളവനെ കണ്ടോ, എന്താ. അപ്പോൾ നമ്മളിങ്ങനെ തിന്നാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് കടിച്ചിട്ട് അതിൻ്റെ ഞാൻ ഒരെണ്ണെടുത്ത് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ കടിച്ചിട്ട് വായന പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരിറക്കിയിട്ട് ബാക്കി തുപ്പി കളയാം. അപ്പോൾ ഇങ്ങനെ കഴിക്കണ്ട. ഇതൊക്കെ കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ പുടുക്കലാട്ടോ, ഇതൊന്നും ഉണ്ടോ, ഇതൊക്കെ പുടുക്കണുണ്ടോ, നിറച്ച് പുടുக்கலாம் ഉണ്ടോ. പിന്നെ മുട്ട കേസ് പറഞ്ഞോളാം. മുട്ടയൊക്കെ വിരിഞ്ഞു കണ്ടോ, ഇതൊക്കെ വിരിഞ്ഞ് മുട്ട കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞൾ മുട്ടയായിരിക്കും ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വിരിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ സാധനം എടുക്കുക. അങ്ങനെ ഇതാണ് റോയൽ ജെല്ലി സാധനം, റോയൽ ജെല്ലി. എൻ്റെ മുട്ടയൊക്കെ അത്ര സൂപ്പർ സാധനമാണ്. പിന്നീട് അപ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം, തേൻ കൂട്ടി നമ്മൾ കഴിക്കരുത് അല്ലേ. തേൻ മുക്കിയിട്ട് ഇത് കഴിച്ച് ഒന്നും ടേസ്റ്റ് കൂടും, ഗുണം കൂടും. അതാണ് ചേച്ചി ചെയ്യേണ്ടത്. കണ്ടാ എൻ്റെ പുഴു കണ്ടാ, ഇതാ എന്നാ സൂപ്പർ. ഇത് നമ്മൾ തേൻ മുക്കി കഴിക്കണം, എന്നാണ്ട് കൃത്യമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതാണ് തേൻ കണ്ടോ, നിറച്ച് തേൻ കണ്ടോ, ഫുള്ള് തേനാണ്. ഇത് ഫുള്ള് തേൻ കണ്ടോ, അടിയൊരു തേൻ കണ്ടോ. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുക്കും. നമ്മളെടുത്ത് ഇതിപ്പോൾ നല്ല എക്സ്പെൻസീവായ തേൻ കേട്ടോ. ഇതൊക്കെ ശരിക്കും ലിറ്ററിന് 5000 വില വരും കേട്ടോ. അത്രയും നല്ല എക്സ്പെൻസീവ്. ഇത് കോൾ തേനീച്ച, വലിയ തേനീച്ചല്ല, പിന്നെ എക്സ്പെൻസീവ് ഉള്ള സാധനമാണ്. വലിയ തേനീച്ചയ്ക്ക് അത്ര പൈസ വരില്ല, പക്ഷേ കോൾ തേനീച്ച അടിച്ച് ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ് സാധനം. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടുണ്ട്. അടിപൊളി കണ്ടോ, ഇട്ടിട്ട് വരണ്ട കണ്ടോ. കാരണം ഈ തേനൊക്കെ കാണണമെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടില്ല കണ്ടോ. ഇതൊക്കെ നമ്മളൊക്കെ എടുത്ത് കഴിക്കും. നമുക്ക് നമ്മുടെതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം, നമ്മുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ തേനൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഇത്ര സൂപ്പറായിട്ട് നമ്മളൊക്കെ ഇത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.